ഉദ്ദിതാ ദൈവമേ രക്ഷക സമാധാനമേ. ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണിക്കുട്ടൻ അതിരാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവൻ കണ്ടത് അതിരാവിലെ തന്നെ കുളിച്ച് തുളസിയില ചാർത്തി കയ്യിൽ കുറച്ച് പുഷ്പങ്ങളുണ്ട്, അതോടൊപ്പം നല്ല കസവ് സാരി എടുത്ത് അമ്പലത്തിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ മനസ്സിൽ വിചാരിച്ചു, ഓ, അവളുടെ മനോഹരം നിറഞ്ഞ ആ സൗന്ദര്യം എനിക്കൊത്തിരി നന്മ ചെയ്യുവാനുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവളുടെ ദൈവവിശ്വാസം എനിക്ക് ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള ഒരു നല്ല വഴിയായി തീർന്നിരിക്കുകയാണ്. മറിച്ച് ഞാൻ അവളുടെ മറ്റ് തരത്തിലുള്ള വികാരങ്ങൾ കാണുവാൻ പാടില്ല. കാരണം ദൈവം അനുവദിച്ചാൽ മാത്രമേ അവളുടെ ജീവനിൽ സെക്സ്പരമായിട്ട് പോലും പങ്കുചേരുവാൻ കഴിയുകയുള്ളൂ. ദൈവം അനുവദിച്ച വ്യക്തിക്ക് മാത്രമേ അവൾക്ക് അതിനുള്ള അവകാശം കൊടുക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മാറേണ്ട ഒരു കാര്യം നമ്മുടെ മനോഭാവങ്ങളാണ്. നമ്മുടെ നല്ല മനോഭാവങ്ങൾ നമ്മെ നന്മയിലേക്കും മോശം മനോഭാവങ്ങൾ പരാജയത്തിലേക്കും പാപത്തിലേക്കും നാശത്തിലേക്കും നമ്മൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ നന്മ ചെയ്തിട്ടും തിന്മ അനുഭവിക്കുമ്പോൾ അതിനെ സ്നേഹത്തോടെ സ്വീകരിക്കുവാനൊരു മനോഭാവമുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധ അൽഫോൻസാമിയെ പോലെ ആയിത്തീരുവാൻ കഴിയും. ഒത്തിരി നന്മ ചെയ്തിട്ടും പീഡനങ്ങൾ സഹിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഗാന്ധിജിയെ പോലെ നമുക്ക് രാഷ്ട്രപിതാവാകാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഏത് അവസരത്തിലും നമ്മുടെ മനോഭാവം എന്താണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നന്മയുടെ ഭാഗത്തായിട്ടും നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോഴും നമ്മളെ മാറ്റിയെടുത്തപ്പെടുമ്പോഴും അത് നല്ല മനോഭാവം സ്വീകരിച്ചാൽ വിജയത്തിലെത്തിച്ചേരുന്ന വഴികളായിരിക്കും അത്. നമ്മുടെ കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഇത്തരത്തിൽ ചിന്തിക്കുന്നൊരു വ്യക്തികളായി മാറുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചുമകൾ നിർത്തുന്നു. എല്ലാവർക്കും 1000 നന്ദി.